നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ചിലപ്പോഴെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? വലിയ ഇരുമ്പുവേലികൾക്കകത്ത് നിരവധി സുരക്ഷാ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന ചില ഫാക്ടറികൾ പുറമേ നിന്ന് കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊരു കൗതുകം തോന്നാറില്ലേ? അത്തരം ചില വലിയ ഫാക്ടറികളിലെ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രക്രിയയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്പർ 1, പ്രിന്റിംഗ് പ്രസ് ഓഫ് ഫ്യൂച്ചർ ക്രിസ്പി യൂറോ കറൻസി. ആദ്യമായി നമ്മൾ കാണാൻ പോകുന്നത് യൂറോ കറൻസിയുടെ നിർമ്മാണമാണ്. ബ്ലീച്ച് ചെയ്തെടുത്ത ഈ കോട്ടൺ നാരുകളുടെ പേസ്റ്റാണ് ഈ കറൻസി നോട്ടിന്റെ പ്രധാന അസംസ്കൃത വസ്തു. പേപ്പർ കറൻസിക്ക് ക്രിസ്പിനെസ് കിട്ടാൻ സഹായിക്കുന്നവയാണ് ഈ കോട്ടൺ നാരുകൾ. ആദ്യമേ ഒരു പ്രത്യേക ത്രെഡും വാട്ടർമാർക്കും നൽകിയിട്ടുള്ള ഈ പേപ്പറുകളിൽ യഥാർത്ഥ മാജിക് സംഭവിക്കുന്നത് ഈ പ്രിന്റിംഗ് പ്രസ്സിലാണ്. പേപ്പറിന്റെ ഇരുവശങ്ങളിലും ഒരേ സമയം ഓഫ്സെറ്റ് പ്രിന്റിംഗ് ആണ് ചെയ്യുന്നത്. കറൻസിയുടെ ഡിനോമിനേഷൻ പച്ചയിൽ നിന്നും നീലയിലേക്ക് മാറുന്ന ഷിമ്മർ പെയിന്റ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിലാണ് നോട്ടിലെ പ്രത്യേക ഡിസൈനുകളും സംരക്ഷണ ഘടകങ്ങളും പ്രിന്റ് ചെയ്യുന്നത്. ശേഷം ഓരോ നോട്ടുകൾക്കും പ്രത്യേക നമ്പറുകൾ നൽകുകയും ക്വാളിറ്റി പരിശോധനകൾക്ക് ശേഷം നിശ്ചിത കെട്ടുകളായി പുറത്തെത്തിക്കുകയും ചെയ്യുന്നു. നമ്പർ 2, ഫാം ആൻഡ് ഫാക്ടറി ഓഫ് ദി പെർഫെക്റ്റ് ഫിഷ് എഗ്സ്. റോയൽ ബെൽജിയൻ കാവിയർ കമ്പനി മീൻമുട്ടകളുടെ ഉൽപാദനത്തിനായി 1990 മുതൽ വിവിധ ഇനം സ്റ്റർജൻ മത്സ്യങ്ങളെ വളർത്തുന്നു. മീനുകളുടെ ഭക്ഷണത്തിനും ഫാമുകളിലെ വെള്ളത്തിനും പോലും ഇവിടെ കൃത്യമായ ഗുണനിലവാര പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏറ്റവും മികച്ച നിലവാരമുള്ള കറുത്ത മീൻമുട്ടകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഓരോ മീനുകൾക്കും 8 ലക്ഷം മുതൽ 30 ലക്ഷം വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. റാമുട്ടകൾ വളരെ ശ്രദ്ധാപൂർവം കഴുകിയെടുത്ത് വലിപ്പം കുറഞ്ഞവയും ദുർബലമായവയുമെല്ലാം നീക്കം ചെയ്ത് മികച്ച ഗുണനിലവാരമുള്ളവ മാത്രം പാക്ക് ചെയ്ത് വിപണനത്തിനെത്തിക്കുന്നു. നമ്പർ 3, അസംബ്ലിംഗ് ഫാക്ടറി ഓഫ് പോർഷെ. പോർഷയുടെ 911 ടർബോ എക്സ്ക്ലൂസീവ് സീരീസ് കാറുകളുടെ അസംബ്ലിംഗ് ഫാക്ടറിയാണിത്. എക്സ്ക്ലൂസീവ് ഉൽപ്പന്നങ്ങൾ മിക്കവാറും എല്ലാം തന്നെ മാനുവലായി സൃഷ്ടിക്കപ്പെടുന്നതിനാൽ ഇവിടെ റോബോട്ടുകളുടെ പങ്കാളിത്തം താരതമ്യേന കുറവാണ്. തുന്നലുകൾക്കായി ഗോൾഡൻ ത്രെഡുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഇത് എത്രത്തോളം ആഡംബരമായ ഒരു നിർമ്മിതിയാണെന്ന്. ലെതർ ഞൊറികളും ഇലക്ട്രോണിക് ഫിറ്റിംഗ്സുമെല്ലാം വളരെ ശ്രദ്ധയോടെ ഓപ്പറേറ്റർമാർ ചെയ്തതിനു ശേഷം പെയിന്റിംഗ് ജോലികളും മറ്റും റോബോട്ടുകൾ ചെയ്യുന്നു. ഈ ഒത്തുചേർന്നുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് ഈ മനോഹരമായ എക്സ്ക്ലൂസീവ് പോർഷെ 911 ടർബോ പൂർണ്ണ രൂപത്തിലെത്തുന്നത്. നമ്പർ 4, ഫാക്ടറി ഓഫ് ഹൈ ക്വാളിറ്റി സാൽമൺ ഫില്ലറ്റ്സ്. ജർമ്മനിയിലെ ഐസ് ഫ്രഷ് കമ്പനി സാൽമൺ ഫില്ലറ്റ് നിർമ്മിക്കുന്ന ഫാക്ടറിയാണ്. ഫില്ലറ്റ് ആക്കിയെടുക്കുവാൻ ആദ്യമായി സാൽമൺ മത്സ്യത്തെ മുഴുവനായി തന്നെ കൺവെയറിൽ ഇട്ട് കൊടുക്കുന്നു. തലമുറിച്ചു മാറ്റിയ മീനിനെ കഴുകിയെടുത്ത ശേഷം എല്ലുകൾ നീക്കം ചെയ്യുന്നു. ശേഷം മറ്റൊരു കൺവെയറിലേക്ക് മാറ്റുന്ന മീൻ അവിടെ വെച്ച് ഫില്ലറ്റ് രൂപത്തിലാക്കി മാറ്റപ്പെടുകയും ഒരു പ്രീ ട്രിം മെഷീൻ വഴി മിച്ചമുള്ള തൊലിഭാഗം നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഒടുവിൽ എക്സ്പേർട്ടായ തൊഴിലാളികളുടെ ക്വാളിറ്റി പരിശോധനയ്ക്ക് ശേഷം പാക്ക് ചെയ്ത് വിപണനത്തിനും എത്തിക്കുന്നു. നമ്പർ 5, ഫാക്ടറി ഓഫ് പാനിനി സാൻഡ്വിച്ചസ്. ഇറ്റാലിയൻ സാൻഡ്വിച്ചായ പാനിനി ഉൽപ്പാദിപ്പിക്കുന്ന ഷെല്ലോ പാനിനി പ്രൊഡക്ഷൻ ലൈനാണ് ഇത്. ഉള്ളിൽ മൂർച്ചയുള്ള അൾട്രാസോണിക് കത്തികളോടെ പ്രവർത്തിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് ബെൽറ്റിലേക്ക് ആദ്യം പാനിനി ബണ്ണുകൾ ഇട്ട് കൊടുക്കുന്നു. ബ്ലേഡ് ഈ ബണ്ണുകൾ 2ആയി കീറിയെടുക്കുന്നു. ഇനി സോസുകൾ ഫിൽ ചെയ്യുന്ന സമയമാണ്. സെല്ലോഫിൽ പമ്പുകളിലൂടെ ഒരേ സമയം 2 ഭാഗം ബണ്ണുകളിലും സോസുകൾ പുരട്ടിയെടുക്കുന്നു. പിന്നീടുള്ള ജോലികളെല്ലാം മാനുവലായി ചെയ്യപ്പെടുന്നു. നമ്പർ 6, ഫാക്ടറി ഓഫ് യോനെക്സ് ടെന്നീസ് റാക്കറ്റ്സ്. ടെന്നീസ് റാക്കറ്റുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര വിലയെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ ഫാക്ടറിയിലെ റാക്കറ്റ് നിർമ്മാണം ഒന്ന് കണ്ടു നോക്കൂ. പ്രധാന അസംസ്കൃത വസ്തുവായ ഈ ഷീറ്റ് ചില പ്രത്യേക മരക്കറകൾ ചേർത്ത് ഗ്രാഫൈറ്റ് നിറയ്ക്കപ്പെട്ട ഒരു യോനെക്സ് മെഷീനിലേക്ക് അയക്കപ്പെടുന്നു. റാക്കറ്റുകൾക്ക് ടെക്നിക്കൽ പെർഫെക്ഷൻ കിട്ടാനും കനം കുറഞ്ഞതും എന്നാൽ ഉറപ്പുള്ളതുമായ ഘടന ലഭിക്കാനും ഇത് സഹായിക്കുന്നു. മോൾഡഡ് ഒട്ടിക്കുകയും സ്ട്രിങ്ങുകൾക്കായുള്ള ദ്വാരങ്ങൾ തുളയ്ക്കുകയും ചെയ്ത ശേഷം ഗുണനിലവാര പരിശോധനകൾക്ക് ശേഷം വിപണിയിലും എത്തിക്കുന്നു. നമ്പർ 7, യോനെക്സ് ടെന്നീസ് ബോൾസ്. ഇനി മികച്ച ഗുണനിലവാരമുള്ള ടെന്നീസ് ബോളുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാൽ ചീസ് പോലെ ഇരിക്കുന്ന ഈ റബ്ബർ ബേസ് ആണ് പ്രധാന അസംസ്കൃത വസ്തു. ഈ റബ്ബർ ബേസിനെ ഒരു ഹൈഡ്രോളിക് പ്രസ്സിലേക്ക് ലോഡ് ചെയ്ത് അവയെ അർദ്ധഗോളാകൃതിയിലാക്കിയെടുക്കുന്നു. ശേഷം മോൾഡിംഗ് ഷീറ്റുകളിൽ നിന്ന് നീക്കി അവയുടെ അരികുകൾ മിനുക്കിയെടുത്ത് റബ്ബർ ലൈനി കൊണ്ട് ഒട്ടിച്ചെടുക്കുകയും കംപ്രസ്ഡ് എയർ ഉപയോഗിച്ച് ഉള്ളിൽ പ്രഷർ നൽകുകയും ചെയ്യുന്നതോടെ ഇതാ ടെന്നീസ് ബോളുകൾ റെഡിയായി കഴിഞ്ഞു. നമ്പർ 8, ഫാക്ടറി ഓഫ് വുഡൻ കട്ട്ലറി. പ്ലാസ്റ്റിക് നിരോധനം വന്നതോടെ ഇപ്പോൾ നമ്മൾ തടി കൊണ്ടുള്ള സ്പൂണുകളെയും മറ്റും കാര്യമായി ആശ്രയിക്കുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള തടി സ്പൂണുകൾ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി കാണാം. തടി സ്പൂണുകളുടെ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം തീർച്ചയായും കാടുകളിൽ നിന്ന് തന്നെയാണ്. മുറിച്ചെടുത്ത മരത്തിന്റെ തൊലിഭാഗം മാറ്റിയെടുത്ത ശേഷം തടിയെ നേർത്ത ചുരുളുകളാക്കിയെടുക്കുന്നു. ശേഷം ഈ നേർത്ത തടികളെ കൺവെയറിലൂടെ കടത്തിവിട്ട് നിശ്ചിത ആകൃതിയിൽ മുറിച്ചെടുക്കുന്നു. ഡ്രൈ ചെയ്യുന്ന പ്രക്രിയയാണ് അവസാനമായുള്ളത്. ശേഷം പാക്ക് ചെയ്ത് മാർക്കറ്റുകളിൽ എത്തിക്കുന്നു. നമ്പർ 9, ഫാക്ടറി ഓഫ് ഓസ്കാർ ഹാമർ.
ഇറ്റാലിയൻ കമ്പനിയായ ഓസ്കാർ ഈ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് ഒരൽപ്പം ബ്രാൻഡഡ് ആയ ചുറ്റികകളാണ്. ലേസർ കൊത്തുപണികളാണ് ഇവിടുത്തെ പ്രധാന സവിശേഷത. ഇവിടെ തൊഴിലാളികളുടെ ജോലി വളരെ എളുപ്പമാണ്. ഒരു പ്രസ്സിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഈ മെറ്റലുകൾ നീക്കി കൊടുക്കുന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം തന്നെ റോബോട്ടുകളുടെ നിയന്ത്രണത്തിലാണ്. ഗ്രൈൻഡിങ്ങും പോളിഷ് വർക്കുകൾക്കും ശേഷം പ്രത്യേക മെഷീനുകൾ കൊണ്ട് ചുറ്റികയെ ഹാൻഡിലുമായി ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ഒരു ബ്രാൻഡഡ് ലുക്കുള്ള ചുറ്റിക പിറന്നു കഴിഞ്ഞു. അപ്പോൾ വലിയ ഫാക്ടറികൾക്കുള്ളിലെ ഉൽപാദന രീതികൾ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും.